തീർച്ചയായിട്ടും സമരം ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ വിജയം തന്നെയാണ്. കാരണം ഞങ്ങൾ 4 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരുന്നത് ആദ്യം മുതലേ. ഒന്ന്, 4 ആവശ്യങ്ങൾക്ക് പുറമേ ആദ്യം പറഞ്ഞ ഇതിന് ഈ വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്ന പൊതു ആവശ്യം മുന്നോട്ട് വെച്ചു. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 4 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഒന്ന്, ആ കാഞ്ഞിരവേലി പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘകാലമായിട്ടുള്ള ആവശ്യം. കാരണം അവിടെ ഒരു 2.5 കിലോമീറ്റർ ഫെൻസിങ് ഇടണം എന്നുള്ളത് ആ പ്രദേശത്തെ ആളുകളുടെ ആവശ്യമാണ്. ആ പ്രദേശത്തിന് വേണ്ടിയാണ് ഇന്ന് ഇന്ദിര എന്ന ഒരു വീട്ടമ്മ രക്തസാക്ഷിയായിട്ടുള്ളത്. അവരുടെ ആവശ്യം പരിഗണിച്ചിരുന്നുവെങ്കിൽ ആ അമ്മയുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല. അതുകൊണ്ട് ആദ്യം ആ ഫെൻസിങ്ങിൻ്റെ പണി പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം. 2, ആ കുടുംബത്തിന് അർഹമായ ധനസഹായം നൽകണമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ കോതമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലായിരിക്കുമ്പോൾ തന്നെ സർക്കാരിൻ്റെ പ്രതിനിധികൾ ബന്ധപ്പെടുകയും അവർ 5 ലക്ഷം രൂപ നൽകാമെന്നും 5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അക്കൗണ്ട് നമ്പർ കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞതിന് ശേഷം ആ കുടുംബത്തിലെ ഭർത്താവിനെയും മകനെയും അവർ സമീപിച്ചു. അപ്പം ഞാനാണ് അവരോട് പറഞ്ഞത് 5 ലക്ഷം രൂപയ്ക്ക് ഉള്ള കേവല നഷ്ടപരിഹാരം വാങ്ങി ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഒരു കാരണവശാലും ഈ ധനസഹായം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ അക്കൗണ്ട് നമ്പർ കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞതനുസരിച്ച് അവർ അക്കൗണ്ട് നമ്പർ കൊടുത്തില്ല. പിന്നീട് ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യം ധനസഹായം, പ്രോപ്പറായിട്ടുള്ള ധനസഹായം നൽകണമെന്ന് പറഞ്ഞു. മൂന്നാമതായി അവിടെ ഒരു സ്പെഷ്യൽ RRT ടീമിനെ നിയോഗിക്കണം. കാരണം അവിടെ ഇന്നലെയും നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ്, ഇന്നലെ വൈകിട്ട് ആ പ്രദേശത്ത് 16 കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ ഞങ്ങളിപ്പോൾ ഞാനിത് കഴിഞ്ഞാൽ നേരെ ആ വീട്ടിലേക്കാണ് പോകുന്നത്. അവരെ സന്ദർശിച്ചിട്ട് വേണം എനിക്ക് കോതമംഗലം ലിമിറ്റ് വിടാൻ. കാരണം അവരെ കൂടി സന്ദർശിച്ച് അവരോടുള്ള അനുശോചനം ഒന്നുകൂടി അറിയിച്ച് ഈ പോരാട്ടത്തിൽ അവരും നൽകിയ പിന്തുണ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. കാരണം അവരൊരു ഇടതുപക്ഷ അനുഭാവികളായി നിൽക്കുമ്പോഴും ഞങ്ങൾ ആശുപത്രിയിൽ വെച്ച് ആ മകനോടും പിതാവിനോടും ചോദിച്ച് അനുമതി വാങ്ങിയാണ് ഞങ്ങൾ ആ ഡെഡ് ബോഡി എടുത്തത്. അത് വലിയ സമ്മർദ്ദം അവരുടെ മേലുണ്ടായിരുന്നു. ഈവൻ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ 10 ലക്ഷം രൂപ ധനസഹായം പോലും നഷ്ടപ്പെട്ടേക്കാം എന്ന നിലയിലുള്ള സമ്മർദ്ദം പോലും അവരുടെ മേൽ ചെലുത്തിയിട്ടും ആ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്ന ആ പിതാവിനോടും മകനോടുമുള്ള കടപ്പാട് കൂടി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. കാരണം അവരുടെ അനുമതിയോട് കൂടിയാണ് ഞങ്ങൾ ആ ഡെഡ് ബോഡിയുമായി പ്രതിഷേധത്തിന് പോയത് എന്ന് അവർ പറഞ്ഞ് അതിൽ ഉറച്ചു നിന്നത് ഞങ്ങൾക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അപ്പോൾ മൂന്നാമത്തെ ആവശ്യം അവിടെ ഒരു സ്പെഷ്യൽ RRT ടീമിനെ അനുവദിക്കണമെന്നുള്ളതാണ്. നാലാമത്തെ ആവശ്യം ആ കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് സർക്കാർ ജോലി നൽകി സർക്കാരിൻ്റെ ഒരു ആശ്വാസ നടപടി ഉണ്ടാകണമെന്നതാണ്. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വഴി ഈ വിഷയം വനമന്ത്രിയായിട്ട് സംസാരിക്കുകയും അദ്ദേഹം ഇടപെട്ട് ഈ ആദ്യത്തെ 3 കാര്യങ്ങൾക്ക്, കാരണം ബഹുമാനായ വ്യവസായ മന്ത്രി P. രാജീവ് ഉച്ചയ്ക്ക് നടത്തിയ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ഓർക്കണം, അവർ പറഞ്ഞത് 5 ലക്ഷം രൂപ കൊടുക്കാനുള്ളൊരു തീരുമാനം സർക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നതാണ്. വൈകുന്നേരമായപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇവിടെ വരണം. മന്ത്രിമാരോട് ചോദിച്ചു. വനം മന്ത്രി കോട്ടക്കലിൽ ചികിത്സയിലാണ്, അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. മറ്റൊരു മന്ത്രി അയക്കാൻ കഴിയുമോ എന്ന് ഞാൻ പരിശ്രമിക്കട്ടെ, റോഷിയോട് സംസാരിച്ച് നോക്കട്ടെ. വളരെ പ്രയാസകരവും ബുദ്ധിമുട്ടുമായിട്ടാണ് പറഞ്ഞത്. ഞാൻ റോഷിയെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പാലായിൽ ഒരു പരിപാടിയിലിരിക്കുകയാണ്, വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ സമരം അതിശക്തമായി മുന്നോട്ട് പോയപ്പോൾ 2 മന്ത്രിമാർ മണിക്കൂറുകൾക്കകം കോതമംഗലത്തെത്തി. കളക്ടറും DFOയും CCFും എത്തി. ഇതൊക്കെ ഞങ്ങളുടെ സമരത്തിൻ്റെ വിജയമാണ്. 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ സർക്കാരിനെ കൊണ്ട് ഇതിനോടകം 10 ലക്ഷം രൂപ കൊടുപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഫെൻസിങ്ങിൻ്റെ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുമെന്നും ഓൾറെഡി ഒരു RRT ടീം കാഞ്ഞിരവേലി പ്രദേശത്തെത്തി. ഞങ്ങളുടെ സമരം, ഞങ്ങളുടെ പ്രക്ഷോഭം വലിയ വിജയമായിരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇതിന് പിന്തുണ കോൺഗ്രസ് പ്രവർത്തകരെയും UDF പ്രവർത്തകരെയും പൊതുജനത്തെയും പ്രത്യേകിച്ച് മറ്റ് മാധ്യമങ്ങളെയും അതുപോലെ തന്നെ മറ്റ് സാമൂഹിക മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകൾ പിന്തുണയുമായി എത്തിയിരുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഒരു പൊതുജനാവശ്യം നേടിയെടുക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ വിജയം. തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി.